Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അകപ്പറമ്പ് മോർ ഷാബോ റഫ്രോത്ത് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വലിയ പള്ളിയിൽ വൃശ്ചികം 19 പെരുന്നാളും ചരിത്രപ്രസിദ്ധമായ തമുക്ക് നേർച്ചയും ജൂബിലി വർഷ സമാപനവും ഡിസംബർ 3 വരെ ആഘോഷിക്കും. ശനിയാഴ്ച കൊടികയറ്റം, വിശുദ്ധ മൂന്നിന്മേൽ കുർബാന തുടങ്ങിയവയുണ്ടാവും. ദൈവത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. അകപ്പറമ്പ് മോർ ഷാബോ റഫ്രോത്ത് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വലിയ പള്ളിയുടെ സഹസ്രോത്തര ദിശരാത്രി ജൂബിലി സമാപനം 2024 നവംബർ മാസം 30 മുതൽ ഡിസംബർ മാസം 3-ാം തീയതി വരെ നടത്തപ്പെടുകയാണ്. 2023 ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച ജൂബിലി ആഘോഷങ്ങളുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇടവക പ്രാർത്ഥിച്ച് സമാപന പെരുന്നാളിലേക്കും ജൂബിലിയുടെ സമാപനത്തിലേക്കും പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ ഈ വർഷത്തെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മേഖലാ മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സേവ്യസ് സെർവേരിയും ഇടവകയുടെ അഭിമാനമായ ഡോക്ടർ ഏലിയാസ് മാർ താമസ് സെർവേരിയും വൈദിക സെമിനാരി റെസിഡന്റ് മെത്രാപ്പൊലീത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ തൈഫിലസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടും കാർമ്മികത്വം വഹിക്കുന്നു. 30-ാം തീയതി രാവിലെ 7:45 പള്ളി വികാരി കൊടികയറ്റുന്നതിലൂടെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുകയാണ്. അന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് തുമ്പമൺ ഖത്തർ ഭദ്രാസനങ്ങളുടെ അഭിനന്ദനായ യുഹാനന്മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് കാർമ്മികത്വം വഹിക്കുന്നു. ശേഷം ബാബാ തിരുമനസ്സിന്റെ സ്മരണാർത്ഥം അന്ന് രാവിലെ 10:30 മണിക്ക് MGSS അഖില മലക്കര അധ്യാപകർക്കായി ബൈബിൾ ക്വിസ് മത്സരം നടത്തപ്പെടുന്നു. ശേഷം ബാബാ തിരുമനസ് കാലം ചെയ്ത ശേഷം പരിശുദ്ധ സഭയിൽ ആദ്യമായി ഏർപ്പെടുത്തുന്ന ഒരു മത്സരമാണ് അഖില മലക്കര ബൈബിൾ ക്വിസ് മത്സരം. 1ാം സമ്മാനമായി 10,001 രൂപയും മെമ്മന്റോയും, 2ാം സമ്മാനമായി 7,001 രൂപയും മെമ്മന്റോയും, 3ാം സമ്മാനമായി 5,001 രൂപയും മെമ്മന്റോയും നൽകുന്നതാണ്. സമ്മാനാർത്ഥർക്ക് പ്രധാന പെരുന്നാൾ ദിവസമായ ഡിസംബർ മാസം 2-ാം തീയതി വിശുദ്ധ കുർബാനാനന്തരം സമ്മാനങ്ങൾ വിജയികൾക്ക് നൽകുന്നതായിരിക്കും. ഈ വർഷത്തെ ജൂബിലി സമാപനങ്ങളുടെ ഭാഗമായി ഇടവക നിർമ്മിച്ചു നൽകുന്ന ഭവനം, അതിന്റെ താക്കോൽ ദാനം പെരുന്നാളിന്റെ സന്ധ്യാപ്രാർത്ഥന ദിവസമായ ഡിസംബർ മാസം 1-ാം തീയതി വൈകിട്ട് നിർവഹിക്കുകയാണ്. 2-ാം തീയതി ഈ ഇടവക എല്ലാ വർഷവും ക്രമീകരിച്ചു വരുന്ന തമുക്ക് നേർച്ച, അതുപോലെ തന്നെ 15,000 പേർക്കുള്ള നേർച്ച സദ്യ, ഇവയെല്ലാം പെരുന്നാളിന്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഡിസംബർ മാസം 1-ാം തീയതി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അഭിമന്യ തിരുമേനിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഇടവകയിൽ ആദ്യമായി വിശുദ്ധ ഏഴിന്മേൽ കുർബാന ക്രമീകരിച്ചിരിക്കുന്നു. കൊല്ലഭദ്രാസനത്തിന്റെ യുഹാനന്മാർ തെയോദോസിയോസ്, തൃശ്ശൂർ ഭദ്രാസനത്തിന്റെ കുര്യാക്കോസ് മാർ ക്ലീമീസ്, കോതമംഗലം ഭദ്രാസന മേഖലയുടെ ഏലിയാസ് മാർ യൂനിയോസ്, അതുപോലെ തന്നെ കോഴിക്കോട് ഭദ്രാസനത്തിന്റെ പൗലോസ് മാർ ഐറേനിയോസ്, ദയറാ പ്രസ്ഥാനങ്ങളുടെ അധിപനായിരിക്കുന്ന മാത്യൂസ് മാർ തീമോത്തിയോസ് എന്നീ മെത്രാപ്പൊലീത്തന്മാരും 2 കോർപ്പിസ്കോപ്പമാരായിരിക്കുന്ന ടൈറ്റസ് വർഗീസ് കോർപ്പിസ്കോപ്പായും വന്ദനായ എട്ടുപാലത്തിൽ കോർപ്പിസ്കോപ്പായും വിശുദ്ധ ഏഴിന്മേൽ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ച് ഇടവകയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പെരുന്നാളിൽ ഓഹരിയെടുത്തും നേർച്ച കാഴ്ചകളോടെ സംബന്ധിച്ച്
ജൂബിലി സമാപനത്തിലും പെരുന്നാൾ ശുശ്രൂഷകളിലുമെല്ലാം എല്ലാ ദൈവങ്ങളും പങ്കെടുത്ത് ജാതി മത വർഗഭേദമന്യേ ഏവരെയും പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ക്ഷണിക്കുക. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ഈ പള്ളിയിൽ മാത്രം നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഷാബോർ അഫ്രോത്ത് പിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രാർത്ഥന. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മൈലാപ്പൂർ ഭദ്രാസനത്തിൻ്റെ മലേഷ്യ ഭദ്രാസനത്തിൻ്റെ അഭിവന്യ തിരുമേനി ഐസക് മാർ സാത്യോസ് തിരുമനസ്സുകൊണ്ടും സൂതാറ പ്രാർത്ഥനയ്ക്ക് ഡോക്ടർ ഏലിയാസ് മാർത്താനാസ് തിരുമനസ്സുകൊണ്ടും കാർമ്മികത്വം വഹിക്കുന്നു. ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ജനറൽ കൺവീനേഴ്സായി ശ്രീ സാബു വർഗീസ് അരീക്കൽ, ശ്രീ ഷാബോർ വർഗീസ് പള്ളിക്കരക്കാരൻ, പബ്ലിസിറ്റി കൺവീനേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ പി കെ ഷാമോൻ, ശ്രീ വർഗീസ് പോൾ, നേർസന്ധിയുടെ കർമ്മങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ശ്രീ എവ തോമസ്, ശ്രീ സജി, തമുക്ക് നേർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ കെ എം വർഗീസ്, ലിജോ പോൾ, അതുപോലെ തന്നെ അഖില മലങ്കര ബൈബിൾ ക്വിസ് മത്സരത്തിന് സബ് കമ്മിറ്റികളായി തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രീ വർഗീസ് പോൾ, ശ്രീ നിനോ തോമസ്, ശ്രീ പി വി എൽദോ, അങ്ങനെ വിവിധ കമ്മിറ്റികൾ ഈ വർഷത്തെ പെരുന്നാൾ ക്രമീകരണങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ്. കൂടാതെ ഈ പള്ളിയുടെ എല്ലാ ഭക്ത സംഘടനകളും, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ, യൂത്ത് അസോസിയേഷൻ, വനിതാ സമാജം, ചാരിറ്റബിൾ ട്രസ്റ്റ്, ജീവകാരുണ്യ സമിതി, എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് ഇടവ ഒന്നടങ്കം പെരുന്നാൾ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും ഈ പെരുന്നാൾ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികൾക്ക് നമുക്ക് നേർച്ചയും അതുപോലെ തന്നെ നേർശ്രദ്ധയും എല്ലാം ഒരുക്കുവാനും ഈ ക്രമീകരണങ്ങളെല്ലാം ഭാഗമാക്കുവാനും തക്കവണ്ണം വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഏഴിൻവേൽ കുർബാന ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽദാനം, നവീകരിച്ച വിശുദ്ധ മദ്ബാഹയുടെ കൂദാശ, കാലം ചെയ്ത ശ്രേഷ്ഠ കത്തോലിക്ക ഡോക്ടർ ആബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ സ്മരണയ്ക്കായി നടത്തുന്ന അഖില മലങ്കര ക്വിസ് മത്സരം, സ്മരണിക പ്രകാശനം, പ്രസിദ്ധമായ തമുക്ക് നേർച്ച വിതരണം തുടങ്ങിയവ പെരുന്നാളിന്റെ ഭാഗമായി നടക്കും. ശനിയാഴ്ച പെരുന്നാളിന് കൊടി കയറും. തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയുണ്ടാകും. പ്രധാന പെരുന്നാൾ ദിനമായ ഡിസംബർ 2 ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് മെത്രാപ്പോലിത്തയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് തമുക്ക് നേർച്ച, നേർച്ച സദ്യ എന്നിവയുണ്ടാകുമെന്ന് വികാരി ഫാദർ ഗീവർഗീസ് മണ്ണാറമ്പിൽ, സഹവികാരി ഫാദർ ജോർജ് മാത്യു അരിമ്പൂര്, ട്രസ്റ്റിമാരായ പി ഡി പോൾസൺ പൈനാടത്ത്, ബേബി ജേക്കബ് അരിക്കൽ, പെരുന്നാൾ ജനറൽ കൺവീനർമാരായ സാബു അരീക്കൽ, പി വൈ വർഗീസ്, പബ്ലിസിറ്റി കൺവീനർമാരായ വർഗീസ് പോൾ കോഴിപ്പാട്ട്, പി കെ ഷാമോൻ, നേർച്ച സദ്യ കൺവീനർമാരായ എയോ തോമസ്, സജി മൽപ്പാൻ, തമുക്ക് നേർച്ച കൺവീനർമാരായ കെ എം വർഗീസ്, ലിജോ ജോസഫ്, വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ കെ വൈ എൽദോ തുടങ്ങിയവർ അറിയിച്ചു.